നിങ്ങളിൽ പലരും ഫിനാൻഷ്യൽ ഇയർ 2023-24 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാകാം. ഫൈനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ മാസം പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് നിങ്ങളൊരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ആവറേജ് 14 ദിവസത്തിനകം ടാക്സ് റീഫണ്ട് ലഭിക്കുമെന്നാണ്. എന്നാൽ നോർമൽ കേസിൽ ടാക്സ് റീഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനേക്കാൾ കൂടുതൽ സമയമെടുക്കാറുണ്ട്. ITR 1 ആണ് ഫയൽ ചെയ്തിരിക്കുന്നതെങ്കിൽ പല വ്യക്തികൾക്കും 15 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയിൽ അവർ ടാക്സ് റീഫണ്ട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 31 ജൂലൈ വരെയും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഇതുവരെയായിട്ടും ടാക്സ് റീഫണ്ട് ലഭിക്കാത്ത വ്യക്തികൾ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ലഭിക്കാതെ വരാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന ടാക്സ് റിട്ടേൺ അനലൈസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നോട്ടീസ് അയക്കാറുണ്ട്. എസ്പെഷ്യലി നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ സ്റ്റാറ്റസിലുള്ള വ്യക്തികൾക്ക് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്ത ഡിസ്ക്രിപ്പൻസീസ് ഇൻറ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇമെയിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഒട്ടനവധി വ്യക്തികൾക്ക് ഇതേപോലെയുള്ള നോട്ടീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 31 ജൂലൈ 2024 മുന്നേ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഒരു വ്യക്തിയാണ്. നിങ്ങൾ ITR 1 ആണ് ഫയൽ ചെയ്തതെങ്കിൽ നോർമൽ കേസിൽ ഡിസ്ക്രിപ്പൻസീസ് ഒന്നും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ലഭിക്കേണ്ട സമയമായി. അഥവാ ടാക്സ് റീഫണ്ട് ഇല്ലാത്ത വ്യക്തികൾക്ക് അവരുടെ അസസ്മെൻറ്റ് ഓർഡർ ലഭിക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളുടെ അസസ്മെൻറ്റ് ഓർഡറോ അല്ല എങ്കിൽ റീഫണ്ടോ ലഭിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഓരോ ടാക്സ് പെയറും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേണിന് ഏതെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണയായിട്ട് ഇമെയിലിലൂടെയാണ് ഇതേപോലെയുള്ള ഡിസ്ക്രിപ്പൻസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പല വ്യക്തികൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിൽ IDs യൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. ചില വ്യക്തികൾ അവരുടെ ഇമെയിൽ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാത്ത വ്യക്തികളും ഉണ്ടാവാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പല സമയങ്ങളിലും അയക്കുന്ന ഇതേപോലത്തെ ഇൻറ്റിമേഷൻസ് പലപ്പോഴും നിങ്ങളുടെ ജങ്ക് മെയിലായിട്ട് കൺസിഡർ ചെയ്ത് മെയിൻ ഇൻബോക്സിൽ ചിലപ്പോൾ അപ്പിയർ ചെയ്തില്ല എന്നും വരാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നതെന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ എന്തൊക്കെ റീസൺ കൊണ്ടാവാം നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ലഭിക്കാത്തത്, അല്ല എങ്കിൽ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ഓർഡർ ലഭിക്കാത്തത്. ബേസിക്കായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. വെരിഫൈഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് ടാക്സ് റീഫണ്ട് പ്രോപ്പറായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ലഭിക്കുകയില്ല. NRIs ഫയൽ ചെയ്തിരിക്കുന്ന ടാക്സ് റിട്ടേണിൽ അവർ NRE അക്കൗണ്ടാണ് ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടാക്സ് റീഫണ്ട് ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയില്ല. NRO അക്കൗണ്ടുകളിൽ മാത്രമാണ് ടാക്സ് റീഫണ്ട് ക്രെഡിറ്റ് ആകുകയുള്ളൂ. ഇനി എന്തൊക്കെ റീസൺ കൊണ്ടാവാം നിങ്ങളുടെ ടാക്സ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യാതിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ റീസൺ ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. നിങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ പാൻ നമ്പറിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, പേരിൽ മിസ്മാച്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഡീറ്റെയിൽസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെക്കോർഡുമായിട്ട് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യുന്നതിന് ഡിലേ നേരിട്ടേക്കാം. രണ്ടാമത്തെ റീസൺ മിസ്മാച്ച് വിത്ത് ടാക്സ് റെക്കോർഡ്സ്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ് നിങ്ങൾ നടത്തുന്ന ഒട്ടുമിക്ക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോംപ്റ്റായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിക്കുന്ന ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഓരോ പാൻ നമ്പറിനും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നടത്തുന്ന മിക്കവാറും എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെയും റെക്കോർഡ് അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേണും അതേപോലെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പിയർ ചെയ്യുന്ന ഡീറ്റെയിൽസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാച്ചുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചാൽ
നിങ്ങളുടെ ടാക്സ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യുന്നതിൽ ഡിലേ വരാം. നാലാമത്തെ റീസൺ ഫെയിലുവർ ടു വെരിഫൈ. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം പോരാ, ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺ നിങ്ങൾ വെരിഫൈ ചെയ്യുകയും കൂടി വേണം. ഇന്റർനെറ്റ് ബാങ്കിങ് ത്രൂ, ആധാർ ബേസ്ഡ്, അങ്ങനെ പല ഓപ്ഷൻസും ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺ കംപ്ലീറ്റ് ആകണമെങ്കിൽ വെരിഫിക്കേഷൻ പ്രോസസ്സും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അഞ്ചാമത്തെ റീസൺ ഇൻവാലിഡ് ക്ലെയിം ഓർ ഡിഡക്ഷൻസ്. പല സമയങ്ങളിലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള ക്ലെയിമുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ അല്ലാത്ത ഡിഡക്ഷൻസോ ടാക്സ് റിട്ടേണിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പല സമയങ്ങളിലും നിങ്ങളുടെ ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഒബ്ജക്ഷനിൽ പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ആറാമത്തെ റീസൺ അൺപെയ്ഡ് ടാക്സ്. ഫയൽ ചെയ്യുന്ന ടാക്സ് റിട്ടേണിൽ പ്രോപ്പറായിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ചെയ്യാത്തതിൻ്റെ കാരണത്താലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ട പല ഇൻകങ്ങളും നിങ്ങൾ ടാക്സ് റിട്ടേണിൽ കാണിക്കാത്ത റീസൺ കൊണ്ടും പലപ്പോഴും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൂടുതൽ ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. അതേപോലെ ഏതെങ്കിലും അൺപെയ്ഡ് ആയിട്ടുള്ള ടാക്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ഡിലേ വരാം. ഏഴാമത്തെ റീസൺ ഇൻകറക്റ്റ്ലി ഫയൽഡ് ITR. അതായത് ഓരോ വ്യക്തികളും അവരുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ITR 1, ITR 2, ITR 3, ITR 4 നിങ്ങൾക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരിക്കുന്ന ഇൻകങ്ങൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ച് ഓരോ ഇൻകങ്ങളും ഏത് ITRലാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ITR ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തി ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ഒരു വ്യക്തി ITR 1 ഫയൽ ചെയ്താൽ അത് തെറ്റായിട്ടുള്ള ഒരു ഫോമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ITR 2 തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഇതേപോലെ പ്രോപ്പറായിട്ടുള്ള ITR നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങളുടെ ടാക്സ് റിട്ടേൺ റിജക്ഷനിൽ വരാം. നിങ്ങളുടെ ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുകയും. എട്ടാമത്തെ റീസൺ നിങ്ങൾ റെഗുലറായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുന്നേയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ കറണ്ട് ഇയറിലെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഇഷ്യൂസ് ആണ്. നിങ്ങൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ടാക്സ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യുന്നതിന് ഡിലേ നേരിടും. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഫ്രോഡുലൻ്റ് അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ കണ്ടുപിടിച്ചാലും അതേപോലെയുള്ള ടാക്സ് റിട്ടേണും ഡിഫക്റ്റീവ് ടാക്സ് റിട്ടേൺ ആയിട്ട് കണക്കാക്കുകയും നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഇൻറ്റിമേഷൻ ലഭിക്കുകയും ചെയ്യും. ഇയർ 2023-24 ടാക്സ് റിട്ടേൺ കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഫയൽ ചെയ്തൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻറ്റിമേഷനോ അല്ലെങ്കിൽ റീഫണ്ടോ ലഭിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്നത്? ആദ്യമായി നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയലിംഗ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പാൻ നമ്പറാണ് ലോഗിൻ ID. പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ആ പെൻഡിങ് ആക്ഷൻസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. വർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസുകളോ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റിമേഷനോ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് വർക്ക് ലിസ്റ്റിൽ അപ്പിയർ ചെയ്യും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസുകളും മറ്റും അയച്ചിട്ടില്ല എങ്കിൽ നോ പ്രൊസീഡിംഗ് റെക്കോർഡ്സ് ആർ ഫൗണ്ട് എന്ന് ഉള്ള ഒരു റിമാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ പെൻഡിങ് ആക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കംപ്ലയിൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കംപ്ലയിൻസ് പോർട്ടലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AS കംപ്ലയിൻസ് പോർട്ടൽ എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും അവിടെ നോട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നോട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് നിങ്ങളുടെ ടാക്സ് റിട്ടേണിൽ കണ്ടുപിടിച്ചിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ ഈ ടാബിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ
അതിൽ 2-3-4 ഓപ്ഷൻസ് അപ്പിയർ ആകും. നോട്ടീസസ് ടു ടാക്സ് പെയർ, നോട്ടീസസ് ടു തേർഡ് പാർട്ടി, നോട്ടീസസ് ടു ടാക്സ് പെയർ ഹിസ്റ്ററി, റിസോഴ്സസ്, ഫീഡ്ബാക്ക്, ഹെൽപ്പ് എന്നിങ്ങനെ പറയുന്ന 6 ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. കൂടാതെ തന്നെ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിസ്റ്റം നിങ്ങളുടെ ടാക്സ് റീകമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ റെമിറ്റ് ചെയ്ത ടാക്സിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറവുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു നോട്ടീസ് സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ഐ ഡിയിൽ നിന്ന് പെൻഡിങ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റെസ്പോൺസ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെയുള്ള ഒരു മെസ്സേജ് അപ്പിയർ ചെയ്യും. യുവർ റീഫണ്ട് ഈസ് പ്രൊപ്പോസ്ഡ് ടു ബി അഡ്ജസ്റ്റഡ് എഗൻസ്റ്റ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഡിമാൻഡ്, കൈൻഡ്ലി റെസ്പോണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളതിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വെരിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത എല്ലാ വ്യക്തികളും അവർക്ക് ടാക്സ് റീഫണ്ടോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ടാക്സ് റിട്ടേണിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇൻറ്റിമേഷനോ ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും പെൻഡിങ് ആക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. സാധാരണയായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്താൽ 10-15 ദിവസത്തിനകം അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഇമെയിലേക്ക് അയക്കുന്ന ഇതേപോലെയുള്ള ഇൻറ്റിമേഷൻസ് പല സമയങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വരാം. അതൊരു എക്സ്ക്യൂസായിട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ഡിലേ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു കോഷൻ എന്ന് പറഞ്ഞാൽ 1-2 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഈ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാനും അതിന് പ്രോപ്പറായിട്ടുള്ള സമയത്ത് അതിനുള്ള റെസ്പോൺസ് കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. ഈ വീഡിയോ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഫർദറായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമുണ്ടെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക. യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.